ഗുഡ് മോർണിംഗ്. നമ്മൾ സോൾസിലെ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. കോൺ ഇമ്പോർട്ടൻ്റ് ആണ്. കോണിൽ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. റേഡിയസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ സോളിഡ് റൈറ്റ് സർക്കുലർ കോൺ ആർ 35 cm and 37 cm. ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ കോൺ. സിമ്പിളാണ്. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. നേരെ ഫോമുലയ്ക്കകത്തോട്ട് അപ്ലൈ ചെയ്യുക. ഫോമുല അറിഞ്ഞിരിക്കണം. ഫോമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അത് നമ്മൾ എക്സാമ്പിൾസ് ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പം ആ ഫോമുലാസ് എല്ലാം അറിയാതെ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വന്നോളും. എന്നാൽ കൂടിയും നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഫോമുല പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന വാല്യൂസ് ഞാൻ എഴുതിയിട്ടുണ്ട്. R = 35, L തന്നിട്ടുണ്ട് 37. ആദ്യം കണ്ടുപിടിക്കേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ. CSA നമുക്ക് എഴുതിയാൽ മതി. ഫോമുല =πRL. നമുക്ക് വാല്യൂസ് കൊടുക്കാം. പൈക്ക് 22/7 കൊടുക്കുന്നതായിരിക്കും നല്ലത്. 22/7 ഇൻറ്റു R എത്രയാണ്? 35. L എത്രയാണ്? 37. എന്തെങ്കിലും ക്യാൻസൽ ചെയ്യുന്നത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 × 7 5. സിമ്പിളായിട്ട് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ആൻസർ എത്ര കിട്ടും? 407 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതെന്താണ്? സർഫസ് ഏരിയ ആണ്. 3 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ =πr × L + R. ഇതാണ് ഇതിൻ്റെ ഫോമുല. ഇത് ചെയ്തതിന് ശേഷം ഇതെങ്ങനെ ഫോമുല വന്നതെന്ന് വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇത് നമുക്ക് അങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമിന് എഴുതണ്ട, പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. നമുക്ക് ഇതിനകത്തോട്ട് ഫോമുലയ്ക്കകത്തോട്ട് വാല്യൂസ് കൊടുക്കാം. പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു R എത്രയാണ്? 35. ബ്രാക്കറ്റിൽ L 37 + 35. ബ്രാക്കറ്റിലുള്ളത് ബ്രാക്കറ്റിൽ തന്നെ എഴുതണം. കാരണം അത് സെപ്പറേറ്റ് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ അഡീഷനൊക്കെ പറ്റുള്ളൂ. അപ്പം ക്യാൻസൽ ചെയ്യാണ്. ഇനി എന്ത് വരും? 22 ഇൻറ്റു 5 ഇൻറ്റു ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണ് അർത്ഥം അല്ലേ? ഇത് രണ്ടും ആഡ് ചെയ്ത് എത്ര വരും? 72. ഇനി ഇതെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. സിമ്പിളാണ്. ഫോമുല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാല്യൂസ് അപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടുക. ഇനി ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ πr ഇൻറ്റു L + R എങ്ങനെ കിട്ടി എന്നുള്ളത്. അതെന്ന് പറയുന്നത് നമുക്ക് കോണിൻ്റെ സർക്കുലർ കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ വെച്ചേക്കുന്നത് ഇവിടെ ഇത് സർക്കിളാണ്. ഈ ഭാഗത്തിൻ്റെ ഏരിയ എന്നാണ്? πr². ഇതാണ് കേർവ്ഡിൻ്റെ ഏരിയ എന്നാ പറഞ്ഞിരിക്കുന്നത്? πRL. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്നതല്ലേ? πr² + πRL. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് ഞാൻ വെളിയിലെടുക്കുവാണ്. പൈ ഇതിനകത്തോട്ട് കോമൺ എടുത്തു. ഇതിനകത്ത് ഒരാറ്, ഇവിടുന്ന് ഒരാറ്. ബാക്കി ഇവിടെ മിച്ചം എന്നാ ഉണ്ട്? ഒരാറുണ്ട്. ഇവിടെ മിച്ചം എന്നാ ഉണ്ട്? ഒരെല്ലുണ്ട്. അതായത് നമുക്കറിയാം കോമൺ ഫാക്ടേഴ്സ് നമ്മൾ വെളിയിലെടുക്കുന്നത്. ഇവിടെ പൈ രണ്ടും കോമൺ ഉള്ളതുകൊണ്ട് പൈ എടുക്കാം. ഇവിടെ 2 R ഉള്ളതുകൊണ്ട് കോമൺ എടുക്കാം. പക്ഷേ ഇവിടുന്ന് ഒരാറേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഒരാറേ ഉള്ളൂ. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഒരുമിച്ച് ഒരേപോലെ എടുക്കും. ഇങ്ങനെയാണ് ഈ ഫോമുല വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾ കൂടുതൽ പോകണ്ട. ഫോമുല എങ്ങനെ വന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഫോമുല. കാണാതെ പഠിച്ചു നോക്കുക. πr × L + R. സിമ്പിളാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഏറ്റവും നല്ല മാർക്ക് മേടിക്കുക. താങ്ക് യു.